അടുത്ത ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് എഡ്യൂക്കേഷനും നാഷണൽ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത് എന്നാണ് അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ്? നാഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ടേം. അതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടേമാണ്. അതായത് ഇറ്റ്സ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. ഒരു നേഷൻ്റെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിനെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്തൊക്കെ വരാം? നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, ഇമോഷണൽ, ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഫീൽഡ്സ്. ഇങ്ങനെയുള്ള എല്ലാ ഫീൽഡ്സിലും, കൾച്ചറൽ ആയിക്കോട്ടെ, ലിംഗ്വിസ്റ്റിക് ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി, ഇങ്ങനെ എല്ലാ ഫീൽഡിലും ഒരു ഡെവലപ്മെൻറ്റ്, ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിനെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ഓൾ റൗണ്ട് ഗ്രോത്ത് ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ആൻഡ് മാൻ പവർ ഡെവലപ്മെൻറ്റ്. മാൻ പവർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, മെറ്റീരിയൽ റിസോഴ്സസിൻ്റെയും ഒരു ഓൾ റൗണ്ട് ഗ്രോത്തിനെ തന്നെയാണ് നമ്മൾ നാഷണൽ ഡെവലപ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ബാലൻസ്ഡ് ആൻഡ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഇൻ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഫീൽഡ്സ് ഈസ് ദ സിംബൽ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു കൺട്രി എങ്ങനെയാണ് ഒരു ഡെവലപ്ഡ് നേഷനാണ് എന്ന് നമ്മൾ പറയുന്നത്, ആ ഒരു കൺട്രി സോഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിക്കോട്ടെ, റിലീജിയസ്ലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൾച്ചറൽ ഫീൽഡിലായിക്കോട്ടെ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീൽഡിലും ഒരേപോലെ ഉയർന്നു വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവണം. ഓൾ റൗണ്ട് ഗ്രോത്തിനെയാണ് നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. So, United Nations Decade Report defines national development as it is growth plus change. Change is turn in social and cultural as well as economic and qualitative as well as quantitative. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡീക്കേഡ് എങ്ങനെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഗ്രോത്ത് പ്ലസ് ചേഞ്ച്. അതൊരു ഗ്രോത്തും ആണ്, അതേപോലെ ഒരു ചേഞ്ചും ആണ് അല്ലേ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു ചേഞ്ച് ആണ്. സോ ചേഞ്ച് ഇസ് ടേൺ ഇൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ. സോഷ്യലി ആയിക്കോട്ടെ, കൾച്ചറലി ആയിക്കോട്ടെ, അവിടെ വരുന്ന ചേഞ്ചസ് ആണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇനി ചേഞ്ചസ്, ഗ്രോത്തിനെയാണ് നമ്മൾ ആ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടേമിൽ കൊണ്ടുവരുന്നത്. സോ നാഷണൽ ഡെവലപ്മെൻറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി നേഷൻ. ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ഒന്നുകൂടി പറയാം? എക്കണോമിക് ഡെവലപ്മെൻറ്റ്, cultural development, social development, development of democratic values, modernization of Indian society, secularism, international understanding and പീസ്. ഇങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും വരുന്ന ഡെവലപ്മെൻറ്റ്സ്, അതിനെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന ടേം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വരുന്ന ടോപ്പിക്ക് ബാരിയേഴ്സ് ടു നാഷണൽ ഡെവലപ്മെൻ്റ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് തടസ്സമാകുന്ന, ബാരിയർ ആവുന്ന കാര്യങ്ങൾ? യെസ്, ഫസ്റ്റ് വൺ കാസ്റ്റിസം. അപ്പോൾ കാസ്റ്റിസം എങ്ങനെയാണ്, അല്ലെങ്കിൽ കാസ്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് ഒരു വെല്ലുവിളിയാകുന്നത്? യെസ്, പലതരത്തിലുള്ള കാസ്റ്റുകളുണ്ട് അല്ലെ. കാസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില സമയത്ത് കാസ്റ്റിസം നമ്മളുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് ഒരു ബാരിയർ തന്നെയാണ്. ഇത് നമുക്ക് ഓരോ പോയിന്റ് വൈസോടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? കാസ്റ്റിസം ഉണ്ട്, കമ്മ്യൂണലിസം ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്, റിലീജിയനിലിസം, സോഷ്യൽ ഡിസ്പാരിറ്റി, എക്കണോമിക് ഇനെക്വാളിറ്റീസ്, റിലീജിയസ് ഫാൻറ്റസിസം, ലിറ്ററസി, അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി. ഇതൊക്കെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റിന് ബാരിയേഴ്സ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം: കാസ്റ്റിസം, ദെൻ കമ്മ്യൂണലിസം, ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ്, റീജിയണലിസം, സോഷ്യൽ ഡിസ്പാരിറ്റി, എക്കണോമിക് ഇനെക്വാളിറ്റീസ്, റിലീജിയസ് ഫാൻറ്റസിസം, ഇല്ലിറ്ററസി, അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി. ഇതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. പോവേർട്ടി, ദാരിദ്ര്യം അല്ലേ. അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ആ ഒരു നേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഡെവലപ്ഡ് ആയി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇല്ലിറ്ററസി, നിരക്ഷരത അല്ലേ. അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് ബാരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റിലീജിയനിസം, ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ്, നമുക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്പെക്ട്സ് എന്ന്. അതൊന്നുകൂടി കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്, മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, സെക്കുലാരിസം, ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പീസ്. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള എല്ലാ ഫീൽഡും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീൽഡിലും ഒരു ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ആ ഹോൾ റൗണ്ട് ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന ടേം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ നാഷണൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ റോൾ എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. നാഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ എഡ്യൂക്കേഷൻ. എങ്ങനെ ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് നടക്കും? അതെ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീൽഡിലും
അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലും എന്തെങ്കിലും ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അത് ആരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ? എഡ്യൂക്കേഷനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ ആകെയുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. Education and national development are integrally related. The Indian Education Commission 1964-66 observed that if the pace of national development is to be accelerated, there is need of a well-defined, bold and imaginative educational policy and for determined and vigorous action to be vitalize, improve and expand education. Indian Education Commission's ഒരു ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ഇഫ് ദ പേസ് ഓഫ് ദി നാഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് ടു ബി ആക്സിലറേറ്റ്, ദർ ഈസ് നീഡ് ഓഫ് എ വെൽ ഡിഫൈൻഡ്, ബോൾഡ് ആൻഡ് ഇമാജിനേറ്റീവ് എഡ്യൂക്കേഷണൽ പോളിസി ആൻഡ് ഫോർ ഡിറ്റർമൈൻഡ് ആൻഡ് വിഗറസ് ആക്ഷൻ ടു ബി വൈറ്റലൈസ്, ഇംപ്രൂവ് ആൻഡ് എക്സ്പാൻഡ് എഡ്യൂക്കേഷൻ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നല്ലൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ല അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അതെങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. A nation develops when the development of its human resources runs parallel to the development of its economic resources. Education serves as a link between national development and prosperity. എഡ്യൂക്കേഷൻ ആണ് നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെയും അതേപോലെ പ്രോസ്പെരിറ്റിയുടെയും ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. It has been accepted by all that education is the most effective instrument to develop physical and human resource of the nation. So, modern and ancient philosophers have supported the notion of national development and advocated that education is the most powerful force in നാഷണൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ അവിടെ നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഓൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ നാഷണൽ ഡെവലപ്മെൻറ്റ് പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഇൻ്റഗ്രേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഫോസ്റ്ററിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എംപ്ലോയ്മെൻറ്റ്, ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, റിമൂവിംഗ് ഇല്ലിറ്ററസി, ഇൻകൾക്കേറ്റ് കോപ്പറേറ്റീവ് റെസ്പോൺസിബിലിറ്റി, എഡ്യൂക്കേറ്റഡ് എലൈറ്റ്, നാഷണൽ ഔട്ട്ലുക്ക്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോളജ്, സ്ട്രെങ്തൻ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഈ ഒരു 13 പോയിൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും വിശദീകരിച്ച് എഴുതിയാൽ തന്നെ നമുക്ക് ആ ഒരു എങ്ങനെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റിന് എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു ടൂളായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ നാഷണൽ ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷനാണ് നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്നത്. വാട്ട്സ് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ നാഷണൽ ഡെവലപ്മെൻറ്റ്? നാഷണൽ ഡെവലപ്മെൻറ്റിന് ഒരു ടീച്ചറുടെ റോൾ എന്താണെന്നാണ് ഇനി അടുത്തത് പറയുന്നത്. ടീച്ചേഴ്സ് ആർ കൺസിഡേർഡ് ആസ് നേഷൻ ബിൽഡേഴ്സ് in the sense they produce the requisite future of manpower to the nation. ശരിക്കും ടീച്ചേഴ്സിനെ നമ്മൾ നേഷൻ ബിൽഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം, നമ്മൾ സോഷ്യൽ റിഫോമേഴ്സിനെ പഠിച്ചു, അല്ലെങ്കിൽ വലിയ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഏതൊരാളെയും ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു നിലയിൽ എത്തിച്ചത് ആരായിരിക്കും? അവർ ആ ഒരു ബേസിക് കൊടുത്തിട്ടുള്ളത് ആരാണ്? ആ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആരാണ്? യെസ്, ടീച്ചേഴ്സ് ആണല്ലേ. സോ ടീച്ചേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദ നേഷൻ ബിൽഡേഴ്സ്. All administrators, statesmen, engineers, doctors, educators, politicians, social leaders and all others are products of these schools only. ഈ പറയുന്ന എല്ലാവരെയും, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സോ പൊളിറ്റീഷ്യൻസോ ഒക്കെ ആയിക്കോട്ടെ, ഇവരെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സൊസൈറ്റിക്ക് കൊടുത്തത് ആരാണ്? നമ്മുടെ സ്കൂളുകളാണല്ലേ. സ്കൂളുകളിലൂടെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ ഇൻ ഹിസ് ഓൺ വേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോ ടീച്ചേഴ്സും ഓരോ റോൾ മോഡൽസ് ആണ്. ഒരു ക്ലാസ്സിൽ നമ്മൾ കയറി ചെന്നാൽ നമുക്കറിയാം, ആ കുട്ടികൾ നമ്മളെ തന്നെയായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ജസ്റ്റേഴ്സ്, എങ്ങനെ നമ്മൾ അവരോട് സംസാരിക്കുന്നു, നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ കുട്ടികളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സോ അവർ നമ്മളെ റോൾ മോഡലായിട്ട് അവരറിയാതെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ബിഹേവിയർ മോഡിഫിക്കേഷനിൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. He must take part in the nation building and development activities whenever he is called upon to do so. He should have the sentiment of patriotism. പാട്രിയോട്ടിക് മൈൻഡോടുകൂടി അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് നല്ലൊരു ജനതയെ കൊടുക്കണമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ടീച്ചേഴ്സും അവരുടെ ആ ഒരു ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. He must put nation before self and upholds the honor and dignity of the nation at any cost. In this context, the teacher has the following roles to play. അതൊക്കെയാണ് ഞാൻ പറയാം.
പ്രൊമോട്ടർ ഓഫ് നാഷണൽ ക്യാരക്ടർ ആൻഡ് കോൺഷ്യസ്നസ്. എന്തൊക്കെയാണ് നമ്മുടെ നേഷൻ ആവശ്യം, എന്തൊക്കെയാണ് നമ്മുടെ നേഷൻ കൊണ്ടു നടക്കുന്ന വാല്യൂസ് ആൻഡ് റൂൾസ്, ഇതൊക്കെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് ആരാണ്? ടീച്ചേഴ്സാണ്. സോ പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് സോഷ്യൽ ആൻഡ് നാഷണൽ കൊഹീഷൻ. പ്രൊമോട്ടർ ഓഫ് ഫീലിംഗ്സ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. പാട്രിയോട്ട് ആൻഡ് ആർഡൻ സ്ട്രൈവർ ഓഫ് നാഷണൽ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ്. സോ ഇതൊക്കെയാണ് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അടുത്ത ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് is a critical component that drives economic growth in our country, creating high wage jobs and facilitating an improved quality of life. സോ എഡ്യൂക്കേഷനും എക്കണോമിക് ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നാഷണൽ ഇൻകം ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ നേഷൻ്റെ ഇൻകം കൂട്ടിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാരണമാകുന്നത്? നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവർ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയി സൊസൈറ്റിയിൽ നല്ല വാല്യൂസ് ഉള്ള നല്ല കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് മാറുക മാത്രമല്ല, അവർക്ക് നല്ലൊരു ജോബ് കൂടി കിട്ടുന്നുണ്ട് അല്ലേ. നല്ലൊരു വെൽ പ്രൊഫഷനിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അതിലൂടെ അവർക്ക് നല്ല ഇൻകം ഏൺ ചെയ്യാനും അത് നമ്മുടെ നാഷന് കൂടി ഒരു ഗ്രോത്ത് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ കൈവരിക്കുന്നത്. ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വെൽ ബീയിങ് ഓഫ് ദി economy of a country. It is a very broad concept which covers not only economic growth but also a wide range of parameters like the standard of living, literacy rate, morality rate and many other facts. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നൊരു ടേമിൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല പറയുന്നത്, നമ്മുടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതേപോലെ ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ മൊറാലിറ്റി റേറ്റ് ഒക്കെയാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ദ ഗ്രോത്ത് ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ഓഫ് എ നേഷൻസ് പീപ്പിൾ ഫ്രം എ ലോ ഇൻകം, അതായത് പുവറിൽ നിന്ന് റിച്ചിലേക്ക് മാറുന്നതാണ് ആ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോ ഇൻകം എക്കണോമി ടു എ ഹൈ ഇൻകം എക്കണോമി. What is the role of education in economic development? First point is that role of adult education in economic development. ഞാൻ അവിടെ ഫസ്റ്റ് പോയിന്റിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ വിട്ടുപോയിട്ടുണ്ട്. സോ റോൾ ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് doesn't mean just industrialization or urbanization. A certain minimum standard of education is required for the entire community for abolition of mass poverty and for economic growth. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മളെ എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അബോളിഷൻ ഓഫ് മാസ് പോവേർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി ആയിട്ട് കൊടുക്കുന്നത്. In order to contribute for economic development, one should have confidence in one's own ability, understanding of various natural phenomena and the ability to deal with this. These contributory factors can be achieved only by at least a minimum level of understanding of science and technology and its application to everyday life. Hence, adult education becomes an essential component of economic ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എവറി ലൈഫിൽ അതെങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതും ഇതിലൂടെ നമുക്ക് ഒരു നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. Unfortunately, adult education programs have not received sufficient momentum in our country. It is one of the reasons for the failure of many of our development schemes. A large number of adult workers who are working in economic endeavors are illiterate and uneducated. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നേഷനിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അഡൾട്ട്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് സ്കീംസൊക്കെ നമ്മുടെ നേഷനിൽ ഒരു ഫെയിലിയർ ആണ്. അടുത്തതാണ് റോൾ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. Universalization of primary education has been accepted as one of the key components of our educational policy. It will enable children to acquire
skills and to inculcate right attitude to work and production and retain all these for future application. Role of primary education in economic development. Economic development പ്രൈമറി എഡ്യൂക്കേഷൻ്റെ റോൾ എന്താണ് പറയുന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ആണല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൂടെ എല്ലാ കുട്ടികളിലും ഒരു ബെറ്ററായിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷനാണ് കൊണ്ടുവരുന്നത്. ഇതിലൂടെ കുട്ടികളിലെല്ലാം നല്ലൊരു സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാനും അതുപോലെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനും എങ്ങനെ ഭാവിയെപ്പറ്റി ചിന്തിക്കാം, എങ്ങനെ നമ്മുടെ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് കൊടുക്കാം എന്നൊരു അവബോധം അവരിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് റോൾ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ടെർമിനൽ പോയിൻറ്റ്സ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് pupils. It is in order to make such pupils economically productive and self-supporting in the future that diversification at the secondary level has been recommended. At the same time, secondary education is also meant for preparing deserving children for getting entry into realms for higher education. ബെറ്റർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ പ്യൂപ്പിൾസിൽ എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവർക്ക് എങ്ങനെ കൊണ്ടുവരാം, ആ ഒരു എയിമാണ് ആ ഒരു എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ചിൽഡ്രന് നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളൊരു എയിം കൂടി സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്. സോ അതൊക്കെയാണ് റോൾ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അടുത്തതാണ് റോൾ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. Our university system also presents the picture of inadequacy, lack of planning and low return on investment. Here, proper planning is needed to give a new outlook focused towards economic development. ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൂടെ എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയ ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു എയിം. സോ ഇതാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്ലാനിങ്. നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ടൂളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം തന്നെയാണ്. ദെൻ കോമ്പീറ്റൻറ്റ് ടീച്ചർ. എത്ര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര നല്ലൊരു എഡ്യൂക്കേഷൻ പോളിസിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിട്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കൂടി ആവശ്യമാണ്. സോ കോമ്പീറ്റൻറ്റ് ടീച്ചേഴ്സ് ഈസ് അനദർ ഫാക്ടർ അഫക്റ്റിംഗ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ. നല്ലൊരു ടെക്നോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ കൂടി നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കണം. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ. എന്ത് ഔട്ട്കമാണ് അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ അറ്റ് ലാസ്റ്റ് നമുക്ക് കയ്യിൽ കിട്ടേണ്ടത് അല്ലെങ്കിൽ നല്ലൊരു എയിം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് എഡ്യൂക്കേഷൻ്റെ ഒരു കടമയാണ്. അതിലൂടെ നമുക്ക് എങ്ങനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൈവരിക്കാം എന്നും ആ ഒരു എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ്, വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് വൊക്കേഷണലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷനിലൂടെ വൊക്കേഷണലൈസേഷനിലൂടെ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതും നല്ലൊരു ഫാക്ടറാണ്. നെക്സ്റ്റ്, റിലേറ്റിംഗ് എഡ്യൂക്കേഷൻ ടു മാൻ പവർ നീഡ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ്, കാരണം സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക എക്സാമിന്. അന്നേരം നിങ്ങളുടെ രീതിയിൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. സോ അത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായി കാണാം. Thank you.